സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് 3 സാധ്യതകളുടെ ചക്രവാളമാണ്. ഒന്ന്, വിശ്വാസം അറിവും തിരിച്ചറിവുമാണ്. വിശ്വാസം അറിവാണ്. ആ അറിവ് നമുക്ക് നൽകുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവാണ് തോമസ് ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മാർഗം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ ചക്രവാളം. ആദ്യമായിട്ട് തോമസ് ലീഹായെ സ്വീകരിച്ച ക്രിസ്തു ശിഷ്യന്മാരെ ചരിത്രത്തിലെ വിളിക്കപ്പെട്ടത് മാർഗവാസികളെന്നാണ്. ഇന്ന് അതിന് ഒരു നിഷേധാത്മകമായ അർത്ഥമുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മാർഗത്തിൽ വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് തോമസ് ലീഹായുടെ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ മുഖലക്ഷണം. നമ്മൾ മാർഗം കളി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നൃത്തച്ചുവടുകളുണ്ട്. ഈ മാർഗം അത് തോമസ് ലീഹായുടെ ഒരു കാഴ്ചപ്പാടാണ്. മാർഗത്തിൽ ചരിക്കുന്നവൻ മാർഗവാസി, മാർഗത്തിൽ കളിക്കുന്നവൻ മാർഗം കളിക്കാരൻ. പ്രിയമുള്ളവരെ, വഴിതെറ്റാതെ സഞ്ചരിക്കാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം. ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ. ഇന്ന് ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഈ അടുത്ത് നടത്തിയ ഒരു വലിയ സെൻസസിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. അതനുസരിച്ചിട്ട് മർത്തോമ ക്രിസ്ത്യാനികൾ ഭാരതത്തിലെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് തീരുകയാണ്. ഈ മൈക്രോ മൈനോറിറ്റി എന്ന പേര് നമുക്ക് നൽകുന്നത് ഒരു സ്ഥാനപ്പേരായിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കാലക്രമേണ അവസാനിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമുദായം മൈക്രോ മൈനോറിറ്റി. നമ്മൾ മൈനോറിറ്റിയിൽ നിന്ന് മൈക്രോ മൈനോറിറ്റിയിലേക്ക് പോവുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അഹന്തയായിട്ട് നിങ്ങൾ കരുതരുത്. എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ചനാണ് ഞാൻ. ഇത് പറയുമ്പോൾ ചിരിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ആളുകൂടി ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ 3, നമുക്ക് 3. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റി പറഞ്ഞു നമ്മൾ 2, നമുക്ക് 2. പിന്നെയും നമുക്ക് പുരോഗതി വർദ്ധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ 1, നമുക്ക്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാർഗം തളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അംഗബലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. തോമസ് ലീഹായുടെ ദുഗ്രാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ മാർഗത്തിലൂടെ ചരിക്കുന്നവരെ വർദ്ധിക്കട്ടെ. കർത്താവ് സൃഷ്ടികർമ്മത്തിന് ശേഷം ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്ത കൽപ്പന എന്താണ്? നിങ്ങൾ പെരുകുക, നിങ്ങൾ ഭൂമിയെ കീഴടക്കുക. പെരുകാത്ത സമൂഹത്തിന് ഭൂമിയെ കീഴടക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടെ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം.